ഹലോ ബോയ്സ്, സ്വാമി ശരണം. അപ്പോൾ ഞങ്ങളിന്ന് മാലയിട്ട് അപ്പോൾ കറുപ്പ് മുണ്ട് കഴിച്ചിപ്പോൾ കാവി വിട്ടതാണ്. വീട്ടിൽ അമ്മ സാമ്പാർ ഉണ്ടാക്കുന്നു. അപ്പോൾ ഒന്ന് നമ്മൾ സദ്യ ഉച്ചക്ക് ചോറിന് സദ്യ ആക്കാമെന്ന് വിചാരിച്ചു. സദ്യ അറിയുന്ന ഒരു അവിയൽ, ഒരു പപ്പടം, ഒരു ഉപ്പേരി, ഒരു സാമ്പാർ, ചോറ്. പിന്നെ മാക്സിമം അമ്മ സാമ്പാർ മാത്രം വെച്ച് പോകും. അമ്മക്ക് കോഴിക്കോട് പോകാനുണ്ട്. അപ്പോൾ അമ്മനോട് പറഞ്ഞാൽ സാമ്പാർ മാത്രം നിങ്ങൾ വെച്ചാൽ മതി, ബാക്കിയൊക്കെ ഞങ്ങൾ വെച്ചോളാം എന്ന് പറഞ്ഞതാണ്. അപ്പം ബ്രദർ ആ തേങ്ങ അരച്ചുകൊണ്ടിരിക്കുന്നത്. തേങ്ങ ചെരുവെന്ന് സാമ്പാറിലേക്കുള്ള വറുത്ത് ഇതാക്കാനുള്ള അമ്മ വറുക്കാനുള്ള സെറ്റപ്പ് നോക്കുന്നുണ്ട്. അപ്പോൾ ഗോയ്സ് ഇനി ബാക്കി അവിയലൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചു കേട്ടോ. കോഴി മുട്ടടാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഇട്ടിട്ട് കാര്യമില്ല, കോഴി ഒരു വൃശ്ചിക മാസം. അമ്മനെ കാണിച്ചു. ഞാൻ തേങ്ങ അരക്കി നീ കാണിച്ചില്ല. നീ കാണിച്ചു സാമീനെ കാണിച്ചിട്ടുണ്ടല്ലോ. സാമിന്റെ മുഖം ഞാൻ പണിയെടുക്കുന്നത് കാണിക്കുന്ന നീ പണിയെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. ഞാനാട്ടാ തേങ്ങ അരിക്കുന്നത്. സ്വാമി അരക്കല്ല, ചെരുവെന്ന്. ചേരുന്ന് അമ്മ അരി ഊറ്റുന്നു. ഓരോരു പണിയെടുക്കുന്നു. ഞാനൊരു പണി എടുക്കുന്നില്ല, എനിക്ക് കുറേ അലക്കാനുണ്ട്. അപ്പം വയ്യൊക്കെ വരാം. ഇനി അടുത്തത് അവിയലിന് സാധനങ്ങൾ പോയി വാങ്ങിക്കണം. അവിയൽ പ്ലാൻ ഇല്ലായിരുന്നു, നമുക്ക് നേരത്തെ പോകണ്ടായതിനെ കൊണ്ട് ഇനി ഞാൻ ആ ബ്രദറിനെ പറഞ്ഞേക്കുന്നു. നല്ല ഓർക്കഷനും ഗൈസ്. മുരിങ്ങക്കായ് ഇതൊക്കെ മുരിങ്ങക്കായ് സാമ്പാറിന് മുരിങ്ങക്കായ് വെച്ചില്ലേ? വാങ്ങിയാൽ മതി, അവിയലിന് വേണ്ടേ. പച്ചക്കായ, മുരിങ്ങക്കായ്, കയ്പ ഇതൊക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പേരിക്കുള്ള ചീര ഞാൻ അരിയാണ്. ചിഞ്ചൂട്ട എന്താ എന്തിനായുള്ള അവിയലിനുള്ള പച്ചക്കറി അരിയുണ്ട് ഗൈസ്. അപ്പം ഇതാണ്. അപ്പം അമ്മ സാമ്പാർ വെച്ച അമ്മ ഒപ്പം പോവും, ബാക്കി ഞങ്ങളാണ് കിച്ചണിൽ. ലഞ്ച് ചൂട്ടാ ഡ്യൂട്ടി നമ്മൾ. അപ്പം ഇന്ന് മാലൊക്കെ ഇട്ടത് കൊണ്ട് വെജിറ്റേറിയൻ ആയിരിക്കില്ല ഇനി അങ്ങോട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു ചെറിയൊരു സദ്യ അല്ലേ, തട്ടിക്കൂട്ട് സദ്യ ഒന്നും ആവില്ല. എന്താ ഒരു സാമ്പാറും ഒരു അവിയലും ഒരു പപ്പടവും ഒരു ഉപ്പേരിയും ഒരു അച്ചാറും. നമുക്ക് സദ്യ തന്നെ അല്ലേ, നിങ്ങൾക്ക് ആകെ സദ്യയാണ്. ചീരപ്പേരി കേട്ടോ, വേറെ നോക്കിയില്ല, ചീര തന്നെ ആയിക്കോട്ടെ. എനിക്ക് ഇലപ്പേരി ആയിക്കോട്ടെ വിചാരിച്ച. നിഞ്ചുട്ടാ അരിയുമ്പോൾ എങ്ങനെയുണ്ട്? ശീലമുണ്ടോ എനിക്ക്? അരിഞ്ഞ് ശീലമല്ല എന്നാ സ്വാമി കുക്ക് ചെയ്യുന്ന കാണിച്ചു തരാം. പച്ചക്കറിയൊക്കെ അരിഞ്ഞതാ അടുപ്പത്ത് തീ കത്തിച്ച് ഇത് വേവിക്കാൻ വെച്ചല്ലേ അഞ്ചോ? ഇത് മഞ്ഞളായിരുന്നു മഞ്ഞപ്പൊടേ ചട്ടി. ഇതാ പേര് ഞാനാട്ടോ വെക്കുന്നത്, ചീരപ്പേര്. ചീര പച്ച ചീര കേട്ടോ. ഉപ്പൊക്കെ ഇടുന്നുണ്ട്, അധികം ഇടല്ലേ. സാമ്പാർ ഉണ്ടാക്കി വെച്ച് കിട്ടോ അമ്മ. അതാ സാമ്പാർ ഇതാ അവിടെ സെറ്റാണ് ഗൈസ്, നല്ല മണമുണ്ട്. അപ്പോൾ അവിയൽ ഇത് ആദ്യം വേട്ടെ, എന്നിട്ട് ബാക്കി എന്തൊക്കെ ചേരുവകൾ വേഗം കൂട്ടും നോക്കട്ടെ. തേങ്ങ അരയ്ക്കൂ. ചെറിയ ജീരകവും തേങ്ങ അരച്ചിട്ട് ഇതിലേക്ക് ആക്കും. നമ്മൾ തൈരും, നമ്മൾ മലബാർ ആൾക്കാർ മാത്രമേ തൈരുള്ളൂ, പുറത്തേക്ക് തൈര് ഉണ്ടാക്കുള്ളൂ. ഒരു തേങ്ങ ചെരിയിട്ട് പകുതി വെന്തിട്ട് അങ്ങനെ ആക്കി നമ്മൾ അവിയൽ കൂട്ടും. അല്ല, തൈര് കൂട്ടും. തൈരില്ല നമുക്കൊരു ഇതില്ലല്ലേ. അമ്മ പറഞ്ഞുതരാം, അമ്മ ഇവിടെ ഇല്ല, അമ്മ പോയി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മ സാമ്പാർ വെച്ച് പോയി. അമ്മ സാമ്പാറും ചോറും അടുപ്പത്താക്കി പോയി. പിന്നെ ഞങ്ങളിതാ അടുക്കളയിൽ. അപ്പം ഞങ്ങൾ കുക്ക് ചെയ്തിട്ട് കാണിച്ചു ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം എങ്ങനെയുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കഴുകി ചോറ് കഴിക്കാൻ റെഡി ആയി നിൽക്കുക കേട്ടോ. ഇതാ സാമ്പാറുണ്ട്, അടിപൊളി സാമ്പാർ, ചോറ്. ബ്രദർ ബാക്കി സാധനങ്ങൾ തൂശനിലയും ഒക്കെ ആയിട്ട് ഇപ്പം വരും. അടിപൊളി കിട്ടാം. കാരണം നമ്മളിങ്ങനെ ഒരു സന്തോഷമൊക്കെ വരുന്ന സമയത്ത് സാമ്പാറും അവിയലും മസ്റ്റാണ്. വേറെ ഒന്നുമില്ലെങ്കിൽ അവിയലും സാമ്പാറും. പച്ചടി ഉണ്ടാക്കാറുണ്ടായിരുന്നു, എനിക്ക് സമയം കിട്ടാഞ്ഞിട്ടാണ്. പിന്നെ പപ്പടം പൊരിച്ചു, ചമ്മന്തി പൊടിച്ചു, പിന്നെന്താ ഉപ്പേരി, ചീരപ്പേരി ഇട്ടാ. ഇല വർഗ്ഗങ്ങളൊക്കെ കഴിച്ചിട്ട് ഈ ഒരു 41 ദിവസം നല്ല രീതിയിൽ വ്രതമൊക്കെ എടുത്ത് അയ്യൻ്റെ അടുത്തേക്ക് പോകണം എന്നാണ് ആഗ്രഹം. നമ്മളെല്ലാ മോശങ്ങളും അയ്യപ്പനിൽ സമർപ്പിച്ച് നമ്മളെ ആത്മാവിനെ തന്നെ നമ്മൾ അയ്യപ്പനെ സമർപ്പിച്ചിട്ട് ഇങ്ങോട്ട് വരണം.
ഇനി അടുത്ത വർഷവും പോകാൻ പറ്റട്ടെ. കാരണം ഒരു തവണ പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അയ്യപ്പനെ പോയി കാണാൻ തോന്നും. അത് ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി കിട്ടും. കാരണം അവിടെ എത്തുമ്പോൾ നമ്മൾ എന്നോ വീണ്ടും വീണ്ടും വന്നോണം. ഫസ്റ്റ് ടൈമൊക്കെ പോകുന്നവർ വിചാരിക്കും ഞാൻ ഇതിൻ്റെ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനത്തെ ഒരു പീസ്ഫുള്ളായ പൂങ്കാവനാണ് അയ്യപ്പൻ്റെത്. അവിയൽ ഞാൻ ഉണ്ടാക്കിയ അവിയലുണ്ട്, പിന്നെ നല്ല ചീരത്തോരനുണ്ട്, പിന്നെ എന്നാ പപ്പടം ഉണ്ട്. അമ്മ കുറച്ച് തൈരും എടുത്തോ വേണ്ട തൈര് വേണ്ട, പച്ച തൈരുണ്ട് എടുത്തോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ചമ്മന്തി ഉണ്ട് അടുത്ത വരും. കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്തൊക്കെ സാധനങ്ങളുണ്ട് നമുക്ക് കാണിച്ചു തരാം. അവനെല്ലാം കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. ഞാൻ ഹെൽപ്പ് ചെയ്യണം. ഞാൻ ഇവിടെ മുറ്റല്ലേ, കാരണം കാക്കയെ അല്ലെങ്കിൽ എന്തെങ്കിലും പൂച്ച അങ്ങനെ ഒന്നും ഭക്ഷണം ഇതാക്കണ്ടെന്ന് വെച്ചിട്ടുണ്ട. പപ്പടം, ചമ്മന്തി, കുറച്ച് തൈര് എടുത്തോ. ഇതിന് സന്തോഷമാണിത് ഇല്ലേ. അമ്മയില്ല, അമ്മക്ക് ടൗണിൽ പോകേണ്ട വന്നു, സിവിലിലൊന്നും പോകേണ്ട ആവശ്യം വന്നു. അതുകൊണ്ട് അമ്മനെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുമിച്ച് കഴിച്ച് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അയ്യപ്പൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മലക്ക് പോകുന്നതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം അമ്മ വന്നിട്ടേ കഴിക്കും, നമുക്ക് സന്തോഷമായിരിക്കും. കാരണം അമ്മ സാമ്പാറും ചോറും മാത്രം വെച്ചിട്ട് പോയതാണ്. ബാക്കിയെല്ലാം സെറ്റ്. അവിയലുണ്ട്, പേരുണ്ട്, ചമ്മന്തി ഉണ്ട്. നമ്മളെവിടെയും തളരത്തില്ലല്ലേ വിമി. നല്ല തൂശന ഇല വിളമ്പി ഇല ഇട്ടു. കുറച്ച് ഉപ്പിട്ടൂടാ, ഉപ്പിടാണ്ട് തൈര് മാത്രം, നല്ല കട്ട തൈര്. ചോദിച്ചാൽ കിട്ടൂലേ? ഓക്കെ മതി. വെള്ളം ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. തൈര് ഉപ്പിട്ടിട്ടില്ല കേട്ടോ. പിന്നെ അവിയൽ, നല്ല സാമ്പാറുണ്ട്, നല്ല ചീരപ്പേരുണ്ട്, ചമ്മന്തി ഉണ്ട്, നല്ല റേഷനരിയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. ഞങ്ങൾക്ക് റേഷനരിയിൽ കഴിക്കുന്ന ഈ നമ്മളെ മുണ്ടരിയില്ലേ, എന്താ മട്ടേ കുറുവേ അങ്ങനെ എന്താ പറയുക, അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഒന്നെങ്കിൽ പൊന്നിയരിയോ അല്ലെങ്കിൽ നല്ല റേഷനരിയും. എനിക്കും ബ്രദറിനും ഇഷ്ടമുള്ള അരി കേട്ടോ അത്. അടിപൊളി. എന്നാൽ അവനും കൂടി വരട്ടെ, കഴിച്ചിട്ട് അഭിപ്രായം ചോദിക്കാം അവനോട്. എനിക്ക് സ്വാമി തന്നെ വിളമ്പി തന്നോളൂ, ഞാനിതുവരെ ഒന്നും വിളമ്പില്ല. എന്താ ചോറ് കഴിക്കാൻ പാടില്ല, ശരണം വിളിക്കണം. പേരി ഓക്കെ. അവിയൽ, ഭക്ഷണം കഴിക്കുന്ന വേറെ തന്നെ ഇട്ടോളാണ് കേട്ടോ വിമേ. ഭക്ഷണം കഴിക്കുന്ന പാർട്ട് തന്നെ ആയിട്ട് വേറെ തന്നെ. ഞാൻ ഉച്ചക്ക് ഇനിയിപ്പോൾ എന്താ സാമ്പാർ, ഒരു മുരിങ്ങ കിട്ടി കേട്ടോ. അങ്ങനെ കുറച്ചുകൂടി ഓക്കെ. സാമ്പാർ, പപ്പടം, ചമ്മന്തി എടുക്കട്ടോ. ഓക്കെ. പപ്പടം കാണുമ്പോൾ കൊതിയാണ് ഗൈസ്. ഒരു പപ്പടം കൂടി. എന്താ അവിടെ വെച്ചാൽ ഞാൻ എടുത്തോളാം. എടുത്താൽ പോലെ എടുക്കാം. വിമിയുടെ ഇലയിൽ വിമിസ, തൈര്, പേരി, ഒരു ചെറിയൊരു സദ്യ തന്നെ അല്ലേ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാം ഗൈസ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ്. ചിഞ്ചോട്ടിനും ഞാനും കൂടി. അമ്മ സാമ്പാറും ചോറും വെച്ച് പോയി, ബാക്കിയൊക്കെ ഞങ്ങളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. നിങ്ങൾ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സാമി ശരണം.